ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. നമ്മൾ എപ്പോഴും വിചാരിക്കും ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ കുറേ പുസ്തകങ്ങൾ വേണം, അല്ലെങ്കിൽ കുറേ ഗ്രാമർ റൂൾസ് പഠിക്കണം. പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളൊരു ദിവസം ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് ചിന്തിച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഐ യൂഷ്വലി സ്റ്റാർട്ട് മൈ ഡേ വിത്ത് എ കപ്പ് ഓഫ് ബ്ലാക്ക് കോഫി. ഞാൻ സാധാരണയായി എൻ്റെ ദിവസം ആരംഭിക്കുന്നത് ഒരു കപ്പ് കാപ്പിയോടെയാണ്. ഐ ലൈക്ക് ടു കുക്ക് എ ഹെൽത്തി മീൽ ടു സ്റ്റാർട്ട് മൈ ഡേ. എൻ്റെ ദിവസം ആരംഭിക്കാൻ ആരോഗ്യകരമായ ഭക്ഷണം പാകം ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. ഇറ്റ് ഈസ് എ വെരി ഹോട്ട് ഡേ ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഇന്ന് വളരെ ചൂടുള്ള ദിവസമാണ്. ഞാൻ ബസ്സിനായി കാത്തിരിക്കുകയാണ്. ഐ നീഡ് ടു ബൈ സം വെജിറ്റബിൾസ് ഫോർ ഡിന്നർ. ദ സൂപ്പർ മാർക്കറ്റ് ഈസ് വെരി ക്രൗഡഡ് ടുഡേ. എനിക്ക് അത്താഴത്തിന് കുറച്ച് പച്ചക്കറികൾ വാങ്ങണം. സൂപ്പർ മാർക്കറ്റിൽ ഇന്ന് നല്ല തിരക്കാണ്. ഐ എം ഫീലിംഗ് വെരി ടയേർഡ്, സോ ഐ നീഡ് ടു ഗോ ടു ബെഡ് ഏർലി. എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു, അതുകൊണ്ട് ഞാൻ നേരത്തെ കിടക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഐ യൂഷ്വലി സ്റ്റാർട്ട് മൈ ഡേ വിത്ത് എ കപ്പ് ഓഫ് ബ്ലാക്ക് കോഫി. സാധാരണയായി അല്ലെങ്കിൽ പതിവായി നടക്കുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്. യൂഷ്വലി എന്ന് പറഞ്ഞാൽ സാധാരണയായി അല്ലെങ്കിൽ പതിവായി എന്നൊക്കെയാണ് അർത്ഥം. ഐ യൂഷ്വലി സ്റ്റാർട്ട്, ഞാൻ സാധാരണയായി സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ തുടങ്ങാറുണ്ട്. മൈ ഡേ, എൻ്റെ ഡേ അല്ലെങ്കിൽ എൻ്റെ ദിവസം. വിത്ത് എ കപ്പ് ഓഫ് ബ്ലാക്ക് കോഫി, ഒരു കപ്പ് ബ്ലാക്ക് കോഫിയോടെ. ഐ യൂഷ്വലി സ്റ്റാർട്ട് മൈ ഡേ വിത്ത് എ കപ്പ് ഓഫ് ബ്ലാക്ക് കോഫി. ഞാൻ സാധാരണയായി എൻ്റെ ദിവസം തുടങ്ങുന്നത് ഒരു കപ്പ് കാപ്പിയോടെയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയിൻ വേർബിൻ്റെ മുന്നിലായിട്ടാണ് യൂഷ്വലി യൂസ് ചെയ്യേണ്ടത്. വേർബ് എന്ന് പറഞ്ഞാൽ ക്രിയ, മെയിൻ വേർബിൻ്റെ മുന്നിലായിട്ടാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിക്കുക, കുടിക്കുക, പോവുക, വരിക, വായിക്കുക, എഴുതുക, ഉറങ്ങുക, കാണുക, ഇതൊക്കെ വേർബാണ്, ക്രിയയാണ്. നമ്മുടെ സെൻറ്റൻസിലെ മെയിൻ വേർബിൻ്റെ മുന്നിലായിട്ടാണ് നമ്മൾ യൂഷ്വലി വെക്കുന്നത്. ഇവിടെ ഐ യൂഷ്വലി സ്റ്റാർട്ട് മൈ ഡേ, സ്റ്റാർട്ട് എന്ന് പറയുന്നതാണ് മെയിൻ വേർബ്, തുടങ്ങുക. ഐ യൂഷ്വലി സ്റ്റാർട്ട് മൈ ഡേ വിത്ത് എ കപ്പ് ഓഫ് ബ്ലാക്ക് കോഫി. നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കാം. ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ, ഞാൻ സാധാരണയായി ചായ കുടിക്കാറുണ്ട്. ഇവിടെ മെയിൻ വേർബ് എന്ന് പറയുന്നത് ഡ്രിങ്ക് ആണ്, കുടിക്കുക. ഐ യൂഷ്വലി ഡ്രിങ്ക്, ഞാൻ സാധാരണയായി കുടിക്കാറുണ്ട്. എന്താ കുടിക്കുന്നത്? ടീ, ചായ. ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ, ഞാൻ സാധാരണയായി ചായ കുടിക്കാറുണ്ട്. ഐ യൂഷ്വലി വേക്ക് അപ്പ് അറ്റ് 6 AM, ഞാൻ സാധാരണയായി 6 മണിക്ക് ഉണരാറുണ്ട്. ഇവിടെ മെയിൻ വേർബ് വേക്കപ്പ് ആണ്. വേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഉണരുക. വേക്കപ്പിന് പകരം ചില സമയത്ത് നമ്മൾ ഗെറ്റപ്പ് എന്ന് പറയാറുണ്ട്. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളത് നോക്കാം. നമ്മൾ ഉറക്കത്തിൽ നിന്ന് കണ്ണ് തുറന്ന് ഉണരുന്ന സമയത്താണ് വേക്കപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഉണർന്നു കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൂടെ ചിലപ്പോൾ ബെഡിലിരിക്കാം അല്ലെങ്കിൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കാം. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എഴുന്നേൽക്കുന്നത്. ഈ എഴുന്നേൽക്കുന്ന സമയത്താണ് ഗെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിൻ വേർബായിട്ടുള്ള വേക്കപ്പിൻ്റെ മുന്നിലാണ് യൂഷ്വലി വെച്ചിട്ടുള്ളത്. ഐ യൂഷ്വലി വേക്കപ്പ്, ഞാൻ സാധാരണയായി ഉണരാറുണ്ട്. എപ്പോഴാണ് ഉണരുന്നത്? അറ്റ് 6 AM, 6 മണിക്ക്. ഐ യൂഷ്വലി വേക്കപ്പ് അറ്റ് 6 AM, ഞാൻ സാധാരണയായി 6 മണിക്ക് ഉണരാറുണ്ട്. അടുത്തത് നോക്കാം. ഐ യൂഷ്വലി ഹാവ് എ ഹെവി ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ സാധാരണയായി നല്ല കനപ്പെട്ട പ്രഭാത ഭക്ഷണം കഴിക്കാറുണ്ട്. ഐ യൂഷ്വലി ഹാവ്, ഇവിടെ ഹാവ് യൂസ് ചെയ്തിട്ടുള്ളത് കഴിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. മെയിൻ വേർബ് ഹാവ് ആണ്, കഴിക്കുക. ഐ യൂഷ്വലി ഹാവ്, ഞാൻ സാധാരണയായി കഴിക്കാറുണ്ട്. എ ഹെവി ബ്രേക്ക്ഫാസ്റ്റ്, ഹെവി എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള, ഭാരമുള്ള, കനപ്പെട്ട, ഇതൊക്കെയാണ് അർത്ഥം. ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണം. ഐ യൂഷ്വലി ഹാവ് എ ഹെവി ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ സാധാരണയായി നല്ല കനപ്പെട്ട പ്രഭാത ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഏതെങ്കിലും ഒരു സെൻറ്റൻസ്. കുറച്ച് എക്സാമ്പിൾസും കൂടെ നമുക്ക് സ്പീഡിൽ പറഞ്ഞു പോവാം, അപ്പോൾ ക്ലിയർ ആവും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. മൈ ബോസ് യൂഷ്വലി കോൾസ് മീ ഇൻ ദ മോർണിംഗ്, എൻ്റെ ബോസ് സാധാരണയായി രാവിലെ എന്നെ വിളിക്കാറുണ്ട്. വി യൂഷ്വലി ടേക്ക് എ ലഞ്ച് ബ്രേക്ക് അറ്റ് 1 PM, ഞങ്ങൾ സാധാരണയായി 1 മണിക്ക് ലഞ്ച് ബ്രേക്ക് എടുക്കാറുണ്ട്. ഇറ്റ് യൂഷ്വലി റെയിൻസ് ഹിയർ ഇൻ ജൂൺ,
ജൂൺ മാസത്തിൽ ഇവിടെ സാധാരണയായി മഴ പെയ്യാറുണ്ട്. ഐ യൂഷ്വലി ഗോ ടു ദ ജിം ഇൻ ദി ഈവനിങ്. ഞാൻ സാധാരണയായി വൈകുന്നേരം ജിമ്മിൽ പോവാറുണ്ട്. ഇനി നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് പറയണമെങ്കിൽ, അതായത് സാധാരണയായി ചെയ്യാറില്ലാത്തൊരു കാര്യം പറയണമെങ്കിലും എങ്ങനെ പറയാൻ നോക്കാം. ഐ യൂഷ്വലി ഡോണ്ട് ഡ്രിങ്ക് കോഫി ആഫ്റ്റർ 4 PM. ഞാൻ സാധാരണയായി 4 മണിക്ക് ശേഷം കാപ്പി കുടിക്കാറില്ല. ഇവിടെ നമ്മൾ മെയിൻ വേർബിൻ്റെ മുന്നിലായിട്ട്, അതായത് ഡ്രിങ്കിൻ്റെ മുന്നിലായിട്ട് ഡോണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് മെയിൻ വേർബിൻ്റെ മുന്നിലായിട്ട് യൂഷ്വലിയുടെ കൂടെ ഡോണ്ട് അല്ലെങ്കിൽ ഡസൻ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് പറയുന്നത്. ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഹി യൂഷ്വലി ഡസൻ്റ് അറൈവ് ഓൺ ടൈം. അദ്ദേഹം സാധാരണയായി കൃത്യസമയത്ത് എത്താറില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഹി ആയതുകൊണ്ടാണ് ഡസൻ്റ് യൂസ് ചെയ്തത്. അറൈവ് എന്ന് പറഞ്ഞാൽ എത്തുക, എത്തിച്ചേരുക എന്നൊക്കെയാണ് അർത്ഥം. ഓൺ ടൈം കൃത്യസമയത്ത്. ഹി യൂഷ്വലി ഡസൻ്റ് അറൈവ് ഓൺ ടൈം. അദ്ദേഹം സാധാരണയായി കൃത്യസമയത്ത് എത്താറില്ല. ഇനി നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് വരാം. ഐ ലൈക്ക് ടു കുക്ക് എ ഹെൽത്തി മീൽ ടു സ്റ്റാർട്ട് മൈ ഡേ. ഐ ലൈക്ക് ടു കുക്ക്. എനിക്ക് കുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പാചകം ചെയ്യാൻ ഇഷ്ടമാണ്. എ ഹെൽത്തി മീൽ. ഹെൽത്തി എന്ന് വെച്ചാൽ ആരോഗ്യകരമായ. എ ഹെൽത്തി മീൽ, ആരോഗ്യകരമായ ഒരു ഭക്ഷണം. ടു സ്റ്റാർട്ട് മൈ ഡേ, എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റെ ദിവസം ആരംഭിക്കാൻ. ഐ ലൈക്ക് ടു കുക്ക് എ ഹെൽത്തി മീൽ ടു സ്റ്റാർട്ട് മൈ ഡേ. എൻ്റെ ദിവസം ആരംഭിക്കാൻ ആരോഗ്യകരമായ ഭക്ഷണം പാകം ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. ഇതുപോലെ നമ്മൾ ദിവസവും അടുക്കളയിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് നോക്കാം. നമ്മൾ എപ്പോഴും കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് തിളപ്പിക്കുക. ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ ബോയിൽ എന്നാണ് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ്, ഐ നീഡ് ടു ബോയിൽ സം വാട്ടർ. ആദ്യമായി എനിക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കണം. ഫസ്റ്റ്, ആദ്യം അല്ലെങ്കിൽ ആദ്യമായി. ഐ നീഡ് ടു ബോയിൽ. ബോയിൽ എന്ന് പറഞ്ഞാൽ തിളപ്പിക്കുക. ഐ നീഡ് ടു ബോയിൽ, എനിക്ക് തിളപ്പിക്കണം. സം വാട്ടർ, കുറച്ച് വെള്ളം. ഫസ്റ്റ്, ഐ നീഡ് ടു ബോയിൽ സം വാട്ടർ. ആദ്യമായി എനിക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കണം. സൗട്ടേ, വഴറ്റുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സൗട്ടേ ദി അണിയൻസ് അണ്ടിൽ ദേ ടേൺ ട്രാൻസ്ലൂസൻറ്റ്. ഉള്ളി നിറം മാറുന്നത് വരെ നന്നായി വഴറ്റുക. അനിയൻ എന്ന് പറഞ്ഞാൽ ഉള്ളിയാണ്. സൗട്ടേ ദി അണിയൻസ്, ഉള്ളി വഴറ്റുക. അണ്ടിൽ, അണ്ടിൽ എന്ന് വെച്ചാൽ വരെ. ട്രാൻസ്ലൂസൻറ്റ് എന്ന് വെച്ചാൽ സുതാര്യമായ എന്നാണ് അർത്ഥം. അതായത് ഉള്ളി നിറം മാറി വരുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സൗട്ടേ ദി അണിയൻസ് അണ്ടിൽ ദ ടേൺ ട്രാൻസ്ലൂസൻറ്റ്. ഉള്ളി നിറം മാറുന്നത് വരെ നന്നായി വഴറ്റുക. പോർ, ഒഴിക്കുക എന്നാണ് അർത്ഥം. ഒരു എക്സാമ്പിൾ നോക്കാം. ഐ എം പോറിങ് സം ഫ്രഷ് മിൽക്ക് ഇൻ ടു ദ ഗ്ലാസ്. ഐ എം പോറിങ്, ഞാൻ ഒഴിക്കുകയാണ്. സം ഫ്രഷ് മിൽക്ക്, കുറച്ച് ഫ്രഷ് മിൽക്ക്. ഇൻ ടു ദ ഗ്ലാസ്, ഗ്ലാസ്സിലേക്ക്. ഐ എം പോറിങ് സം ഫ്രഷ് മിൽക്ക് ഇൻ ടു ദ ഗ്ലാസ്. ഞാൻ ഗ്ലാസ്സിലേക്ക് കുറച്ച് പാലൊഴിക്കുകയാണ്. ഐ എം പ്രിപ്പയറിങ് ബ്രേക്ക്ഫാസ്റ്റ് നൗ. ഞാനിപ്പോൾ പ്രഭാത ഭക്ഷണം തയ്യാറാക്കുകയാണ്. പ്രിപ്പയർ, പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ തയ്യാറാക്കുക. ഐ എം പ്രിപ്പയറിങ്, ഞാൻ തയ്യാറാക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണം. നൗ, ഇപ്പോൾ. ഐ എം പ്രിപ്പയറിങ് ബ്രേക്ക്ഫാസ്റ്റ് നൗ. ഞാനിപ്പോൾ പ്രഭാത ഭക്ഷണം തയ്യാറാക്കുകയാണ്. ചോപ്പ്, അരിയുക അല്ലെങ്കിൽ മുറിക്കുക. ഒരു എക്സാമ്പിൾ നോക്കാം. ടൈം ടു ചോപ്പ് സം വെജിറ്റബിൾസ്. പച്ചക്കറികൾ അരിയേണ്ട സമയമായി. റിൻസ്, കഴുകുക. റിൻസ് ദ റൈസ് ബിഫോർ കുക്കിംഗ്. റിൻസ് ദ റൈസ്, റൈസ് അരി. റിൻസ് ദ റൈസ്, അരി കഴുകുക. ബിഫോർ, മുമ്പ്. ബിഫോർ കുക്കിംഗ്, കുക്കിങ്ങിന് മുൻപ് അല്ലെങ്കിൽ പാചകം ചെയ്യുന്നതിന് മുമ്പ്. റിൻസ് ദ റൈസ് ബിഫോർ കുക്കിംഗ്, പാചകം ചെയ്യുന്നതിന് മുൻപ് അരി കഴുകുക. സ്ക്വീസ്, പിഴിയുക. സ്ക്വീസ് ഹാഫ് എ ലെമൺ ഇൻ ടു ദ സാലഡ്. ലെമൺ, നാരങ്ങ. ഹാഫ് എ ലെമൺ എന്ന് വെച്ചാൽ പകുതി നാരങ്ങ. സ്ക്വീസ് ഹാഫ് എ ലെമൺ, പകുതി നാരങ്ങ പിഴിയുക. ഇൻ ടു ദ സാലഡ്, സാലഡിലേക്ക്. സ്ക്വീസ് ഹാഫ് എ ലെമൺ ഇൻ ടു ദ സാലഡ്, സാലഡിലേക്ക് പകുതി നാരങ്ങ പിഴിയുക. നീഡ്, കുഴയ്ക്കുക. ഇവിടെ കെ സൈലൻ്റ് ആണ്. നീഡ്, കുഴയ്ക്കുക. ഒരു എക്സാമ്പിൾ നോക്കാം. നീഡ് ദ ഡോ ഫോർ 10 minutes. ഡോ എന്ന് വെച്ചാൽ മാവാണ്. നീഡ് ദ ഡോ, മാവ് കുഴയ്ക്കുക. ഫോർ 10 minutes, 10 മിനിറ്റ് നേരം. നീഡ് ദ ഡോ ഫോർ 10 minutes, മാവ് 10 മിനിറ്റ് നേരം കുഴയ്ക്കുക. സ്പ്രിങ്കിൾ, തൂവുക. സ്പ്രിങ്കിൾ സം സോൾട്ട് ഓൺ ടോപ്പ്. മുകളിൽ കുറച്ച് ഉപ്പ് തൂവുക. സ്പ്രിങ്കിൾ സം സോൾട്ട്,
സോൾട്ട് ഉപ്പ്. സ്പ്രിങ്കിൾ സം സോൾട്ട് കുറച്ച് ഉപ്പ് തൂവുക. ഓൺ ടോപ്പ് മുകളിൽ. സ്പ്രിങ്കിൾ സം സോൾട്ട് ഓൺ ടോപ്പ് മുകളിൽ കുറച്ച് ഉപ്പ് തൂവുക. സ്റ്റീം. സ്റ്റീം എന്ന് പറഞ്ഞാൽ ആവിയാണ്. ദ പുട്ട് ഈസ് സ്റ്റീമിങ് ഹോട്ട്. പുട്ട് നല്ല ആവി പറക്കുന്ന ചൂടിലാണ്. ഹോട്ട് ചൂട്. ടേസ്റ്റ് രുചിച്ച് നോക്കുക. ക്യാൻ യു ടേസ്റ്റ് ദ സോൾട്ട് ഇൻ ദിസ്? ക്യാൻ യു ടേസ്റ്റ് നിങ്ങൾക്ക് രുചിച്ച് നോക്കാമോ? ദ സോൾട്ട് ഉപ്പ്. ഇൻ ദിസ് ഇതിലെ. ക്യാൻ യു ടേസ്റ്റ് ദ സോൾട്ട് ഇൻ ദിസ്? ഇതിലെ ഉപ്പൊന്ന് രുചിച്ച് നോക്കാമോ? വൈപ്പ് തുടയ്ക്കുക. ഐ നീഡ് ടു വൈപ്പ് ദ ഡൈനിങ് ടേബിൾ. ഐ നീഡ് ടു വൈപ്പ് എനിക്ക് തുടയ്ക്കണം. ദ ഡൈനിങ് ടേബിൾ ഊണുമേശ. ഐ നീഡ് ടു വൈപ്പ് ദ ഡൈനിങ് ടേബിൾ എനിക്ക് ഊണുമേശ തുടയ്ക്കണം. സിമ്മർ ചെറു തീയിൽ വേവിക്കുന്നതിനെയാണ് സിമ്മർ എന്ന് പറയുന്നത്. ലെറ്റ് ദ കറി സിമ്മർ ഫോർ 10 minutes. ലെറ്റ് ദ കറി സിമ്മർ കറി ചെറു തീയിൽ വേവട്ടെ. ഫോർ 10 minutes 10 മിനിറ്റ്. ലെറ്റ് ദ കറി സിമ്മർ ഫോർ 10 minutes കറി 10 മിനിറ്റ് ചെറു തീയിൽ വേവട്ടെ. ഡൈസ് ചതുരത്തിൽ അരിയുന്നതിനെയാണ് ഡൈസ് എന്ന് പറയുന്നത്. ഐ എം ഡൈസിങ് ദ ക്യാരറ്റ്സ് ഫോർ ദ സാലഡ്. ഞാൻ ക്യാരറ്റ് ചതുരത്തിൽ അരിയുകയാണ്. ഫോർ ദ സാലഡ് സാലഡിനായി. ഐ എം ഡൈസിങ് ദ ക്യാരറ്റ്സ് ഫോർ ദ സാലഡ് ഞാൻ സാലഡിനായി ക്യാരറ്റ് ചതുരത്തിൽ അരിയുകയാണ്. മിൻസ് പൊടി പൊടിയായി അരിയുന്നതിനെയാണ് മിൻസ് എന്ന് പറയുന്നത്. ഐ എം മിൻസിങ് ദ ഗാർലിക് ടു ആഡ് ടു ദി ഓയിൽ. ഗാർലിക് വെളുത്തുള്ളി. ഐ എം മിൻസിങ് ദ ഗാർലിക് ഞാൻ വെളുത്തുള്ളി പൊടി പൊടിയായി അരിയുകയാണ്. ടു ആഡ് ചേർക്കാൻ. ടു ദി ഓയിൽ ഓയിലിലേക്ക്. ഐ എം മിൻസിങ് ദ ഗാർലിക് ടു ആഡ് ടു ദി ഓയിൽ ഞാൻ എണ്ണയിൽ ചേർക്കാൻ വെളുത്തുള്ളി പൊടി പൊടിയായി അരിയുകയാണ്. പീൽ. പീൽ എന്ന് പറഞ്ഞാൽ തൊലി കളയുക. ഐ എം പീലിംഗ് ദ സ്കിൻ ഓഫ് ദ പൊട്ടേറ്റോസ്. സ്കിൻ തൊലി. പൊട്ടേറ്റോ ഉരുളക്കിഴങ്ങ്. ഐ എം പീലിംഗ് ദ സ്കിൻ ഓഫ് ദ പൊട്ടേറ്റോസ് ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളയുകയാണ്. സ്റ്റിർ ഇളക്കുക എന്നാണ് അർത്ഥം. സ്റ്റിർ ദ കറി ഒക്കേഷണലി സോ ഇറ്റ് ഡസൻ ബേൺ അറ്റ് ദ ബോട്ടം. സ്റ്റിർ ദ കറി കറി ഇളക്കുക. ഒക്കേഷണലി ഒക്കേഷണലി എന്ന് വെച്ചാൽ ഇടയ്ക്കിടെ. സ്റ്റിർ ദ കറി ഒക്കേഷണലി കറി ഇടയ്ക്കിടെ ഇളക്കുക. സോ ഇറ്റ് ഡസൻ ബേൺ അറ്റ് ദ ബോട്ടം. ബേൺ എന്ന് വെച്ചാൽ കരിയുക. ബോട്ടം അടിഭാഗം. സോ ഇറ്റ് ഡസൻ ബേൺ അറ്റ് ദ ബോട്ടം അതുകൊണ്ട് അത് അടിയിൽ കരിഞ്ഞു പിടിക്കില്ല. സ്റ്റിർ ദ കറി ഒക്കേഷണലി സോ ഇറ്റ് ഡസൻ ബേൺ അറ്റ് ദ ബോട്ടം അടിയിൽ പിടിക്കാതിരിക്കാൻ കറി ഇടയ്ക്കിടെ ഇളക്കുക. ഇനി നമ്മൾ അടുത്തതായി പറഞ്ഞ സെൻറ്റൻസ് ഏതാന്ന് നോക്കാം. ഇറ്റ് ഈസ് എ വെരി ഹോട്ട് ഡേ ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഇന്ന് വളരെ ചൂടുള്ള ദിവസമാണ്, ഞാൻ ബസ്സിനായി കാത്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ വെരി ഹോട്ട് ഡേ. വെരി ഹോട്ട് വളരെ ചൂടുള്ള. ഇറ്റ് ഈസ് എ വെരി ഹോട്ട് ഡേ ഇന്ന് വളരെ ചൂടുള്ള ദിവസമാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഐ എം വെയിറ്റിംഗ് ഞാൻ കാത്തിരിക്കുകയാണ്. ഫോർ ദ ബസ് ബസ്സിനായി. ഐ എം വെയിറ്റിംഗ് ഫോർ ദ ബസ് ഞാൻ ബസ്സിനായി കാത്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ വെരി ഹോട്ട് ഡേ ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഇന്ന് വളരെ ചൂടുള്ള ദിവസമാണ്, ഞാൻ ബസ്സിനായി കാത്തിരിക്കുകയാണ്. ബസ്സിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആലോചിക്കുന്ന കുറച്ച് സെൻറ്റൻസുകൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. ഐ എം വെയിറ്റിംഗ് ഫോർ ദ ബസ് അറ്റ് ദ സ്റ്റോപ്പ്. ഞാൻ സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയാണ്. ഐ എം വെയിറ്റിംഗ് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ കാത്തു നിൽക്കുകയാണ്. ഫോർ ദ ബസ് ബസ്സിനായി. എവിടെയാ? അറ്റ് ദ സ്റ്റോപ്പ് സ്റ്റോപ്പിൽ. ഐ എം വെയിറ്റിംഗ് ഫോർ ദ ബസ് അറ്റ് ദ സ്റ്റോപ്പ് ഞാൻ സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയാണ്. ദ ബസ് ഈസ് എ ബിറ്റ് ലേറ്റ് ടുഡേ. ഇന്ന് ബസ് വരാൻ അല്പം വൈകിയിട്ടുണ്ട്. ദ ബസ് ബസ്. എ ബിറ്റ് എന്ന് വെച്ചാൽ അല്പം അല്ലെങ്കിൽ കുറച്ച് എന്നൊക്കെയാണ് അർത്ഥം. ദ ബസ് ഈസ് എ ബിറ്റ് ലേറ്റ്. ബസ് അല്പം ലേറ്റാണ് അല്ലെങ്കിൽ ബസ് കുറച്ച് വൈകിയിട്ടുണ്ട്. ടുഡേ ഇന്ന്. ദ ബസ് ഈസ് എ ബിറ്റ് ലേറ്റ് ടുഡേ ഇന്ന് ബസ് വരാൻ അല്പം വൈകിയിട്ടുണ്ട്. ഇറ്റ്സ് ക്വയറ്റ് ക്രൗഡഡ് ഹിയർ. ഇവിടെ നല്ല തിരക്കുണ്ട്. ക്വയറ്റ് എന്ന് പറഞ്ഞാൽ നല്ല, വല്ലാതെ ഇതൊക്കെയാണ് അർത്ഥം. ക്രൗഡ് തിരക്ക്. ക്രൗഡഡ് തിരക്കുള്ള. ഇറ്റ്സ് ക്വയറ്റ് ക്രൗഡഡ് നല്ല തിരക്കുണ്ട്. ഹിയർ ഇവിടെ. ഇറ്റ്സ് ക്വയറ്റ് ക്രൗഡഡ് ഹിയർ ഇവിടെ നല്ല തിരക്കുണ്ട്. ഐ ഹോപ്പ് ഐ ഗെറ്റ് എ സീറ്റ് ടുഡേ. ഇന്ന് എനിക്കൊരു സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹോപ്പ് പ്രതീക്ഷ. ഗെറ്റ് കിട്ടുക. ഐ ഹോപ്പ് ഐ ഗെറ്റ് എ സീറ്റ് ടുഡേ. എനിക്കിന്നൊരു സീറ്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ നീഡ് ടു ഫൈൻഡ് എ സീറ്റ് നിയർ ദ വിൻഡോ. എനിക്ക് ജനലിനടുത്ത് ഒരു സീറ്റ് കണ്ടുപിടിക്കണം.
ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. നീഡ് ടു ഫൈൻഡ് കണ്ടുപിടിക്കണം. ഐ നീഡ് ടു ഫൈൻഡ് എനിക്ക് കണ്ടുപിടിക്കണം. എ സീറ്റ് ഒരു സീറ്റ്. നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്. നിയർ ദ വിൻഡോ വിൻഡോയുടെ അടുത്ത് അല്ലെങ്കിൽ ജനലിനടുത്ത്. ഐ നീഡ് ടു ഫൈൻഡ് എ സീറ്റ് നിയർ ദ വിൻഡോ എനിക്ക് ജനലിനടുത്ത് ഒരു സീറ്റ് കണ്ടുപിടിക്കണം. ഐ ഹാവ് ടു ബൈ ദ ടിക്കറ്റ് ഫ്രം ദ കണ്ടക്ടർ എനിക്ക് കണ്ടക്ടറുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക. ഐ ഹാവ് ടു ബൈ എനിക്ക് വാങ്ങണം. ദ ടിക്കറ്റ് ഫ്രം ദ കണ്ടക്ടർ കണ്ടക്ടറുടെ പക്കൽ നിന്ന് അല്ലെങ്കിൽ കണ്ടക്ടറുടെ കയ്യിൽ നിന്ന്. ഐ ഹാവ് ടു ബൈ ദ ടിക്കറ്റ് ഫ്രം ദ കണ്ടക്ടർ എനിക്ക് കണ്ടക്ടറുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് വാങ്ങണം അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ഐ ലവ് ലുക്കിംഗ് അറ്റ് ദ വ്യൂ ത്രൂ ദ വിൻഡോ ജനലിലൂടെ പുറത്തെ കാഴ്ചകൾ കാണാൻ എനിക്കിഷ്ടമാണ്. ഐ ലവ് എനിക്കിഷ്ടമാണ്. ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക അല്ലെങ്കിൽ കാണുക. ലുക്കിംഗ് അറ്റ് നോക്കുന്നത്. ദ വ്യൂ കാഴ്ച. ത്രൂ ദ വിൻഡോ വിൻഡോയിലൂടെ അല്ലെങ്കിൽ ജനലിലൂടെ. ഐ ലവ് ലുക്കിംഗ് അറ്റ് ദ വ്യൂ ത്രൂ ദ വിൻഡോ ജനലിലൂടെ പുറത്തെ കാഴ്ചകൾ കാണാൻ എനിക്കിഷ്ടമാണ്. ദ ബസ് ഈസ് മൂവിങ് വെരി ഫാസ്റ്റ് ബസ് വളരെ വേഗത്തിലാണ് പോകുന്നത്. ദ ബസ് ഈസ് മൂവിങ് ബസ് മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ പോകുന്നു. വെരി ഫാസ്റ്റ് വളരെ വേഗത്തിൽ. ദ ബസ് ഈസ് മൂവിങ് വെരി ഫാസ്റ്റ് ബസ് വളരെ വേഗത്തിലാണ് പോകുന്നത്. ഇറ്റ്സ് എ വെരി സണ്ണി ഡേ ടുഡേ ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ്. സണ്ണി എന്ന് പറഞ്ഞാൽ വെയിലുള്ള. ഇറ്റ്സ് എ വെരി സണ്ണി ഡേ ടുഡേ ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ്. ദ വെദർ ഈസ് വെരി പ്ലസൻറ്റ് കാലാവസ്ഥ വളരെ നല്ലതാണ് അല്ലെങ്കിൽ കാലാവസ്ഥ വളരെ സുഖകരമാണ്. വെദർ കാലാവസ്ഥ. പ്ലസൻറ്റ് എന്ന് പറഞ്ഞാൽ സുഖകരമായ സന്തോഷകരമായ ഇതൊക്കെയാണ് അർത്ഥം. ദ വെദർ ഈസ് വെരി പ്ലസൻറ്റ് കാലാവസ്ഥ വളരെ സുഖകരമാണ് അല്ലെങ്കിൽ വളരെ നല്ലതാണ്. ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ സൂൺ ഉടനെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് എന്ന് പറഞ്ഞാൽ തോന്നുക, കരുതുക, ചിന്തിക്കുക ഇതൊക്കെയാണ് അർത്ഥം. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ മഴ പെയ്യാൻ പോകുന്നു. സൂൺ ഉടനെ. ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ സൂൺ ഉടനെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമ്മൾ പറഞ്ഞ അടുത്ത സെൻറ്റൻസ് നോക്കാം. ഐ നീഡ് ടു ബൈ സം വെജിറ്റബിൾസ് ഫോർ ഡിന്നർ ദ സൂപ്പർ മാർക്കറ്റ് ഈസ് വെരി ക്രൗഡഡ് ടുഡേ എനിക്ക് അത്താഴത്തിന് കുറച്ച് പച്ചക്കറികൾ വാങ്ങണം. സൂപ്പർ മാർക്കറ്റിൽ ഇന്ന് നല്ല തിരക്കാണ്. ബൈ നമ്മൾ നേരത്തെ പറഞ്ഞു വാങ്ങുക. ഐ നീഡ് ടു ബൈ എനിക്ക് വാങ്ങണം. സം വെജിറ്റബിൾസ് കുറച്ച് പച്ചക്കറികൾ. ഫോർ ഡിന്നർ ഡിന്നറിനായി അല്ലെങ്കിൽ അത്താഴത്തിന്. ദ സൂപ്പർ മാർക്കറ്റ് ഈസ് വെരി ക്രൗഡഡ് ടുഡേ ക്രൗഡ് നമ്മൾ നേരത്തെ പറഞ്ഞു തിരക്ക്. ക്രൗഡഡ് തിരക്കുള്ള. ദ സൂപ്പർ മാർക്കറ്റ് ഈസ് വെരി ക്രൗഡഡ് ടുഡേ സൂപ്പർ മാർക്കറ്റിൽ ഇന്ന് നല്ല തിരക്കാണ്. ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് പറയുന്ന അല്ലെങ്കിൽ ആലോചിക്കുന്ന കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഐ നീഡ് ടു പിക്കപ്പ് എ ഫ്യൂ തിങ്സ് ഫോർ ദ കിച്ചൺ എനിക്ക് അടുക്കളയിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഐ നീഡ് ടു പിക്കപ്പ്. പിക്കപ്പ് എന്ന് വെച്ചാൽ എടുക്കുക, കൂട്ടിക്കൊണ്ടുവരിക, വാങ്ങുക ഈ അർത്ഥത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വാങ്ങുക എന്നുള്ള അർത്ഥത്തിലാണ്. ഐ നീഡ് ടു പിക്കപ്പ് എനിക്ക് വാങ്ങണം. എ ഫ്യൂ തിങ്സ്. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച്. തിങ്സ് സാധനങ്ങൾ. എ ഫ്യൂ തിങ്സ് കുറച്ച് സാധനങ്ങൾ. ഫോർ ദ കിച്ചൺ കിച്ചണിലേക്ക് അല്ലെങ്കിൽ അടുക്കളയിലേക്ക്. ഐ നീഡ് ടു പിക്കപ്പ് എ ഫ്യൂ തിങ്സ് ഫോർ ദ കിച്ചൺ എനിക്ക് അടുക്കളയിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ലെറ്റ് മീ ഗ്രാബ് എ ഷോപ്പിംഗ് ട്രോളി ഞാനൊരു ഷോപ്പിംഗ് ട്രോളി എടുക്കട്ടെ. ലെറ്റ് മീ ഗ്രാബ്. ഗ്രാബ് എന്ന് വെച്ചാൽ എടുക്കുക, കരസ്ഥമാക്കുക, നേടുക, പിടിക്കുക ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാം. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഗ്രാബ് എ ചെയർ ഒരു കസേര എടുക്കൂ. ഗ്രാബ് മൈ ഹാൻഡ് എൻ്റെ കൈ പിടിക്കൂ. ലെറ്റ് മീ ഗ്രാബ് മൈ ബാഗ് ഞാൻ ബാഗ് ഒന്ന് എടുക്കട്ടെ. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ലെറ്റ് മീ ഗ്രാബ് ഞാൻ എടുക്കട്ടെ. എ ഷോപ്പിംഗ് ട്രോളി ഒരു ഷോപ്പിംഗ് ട്രോളി. ലെറ്റ് മീ ഗ്രാബ് എ ഷോപ്പിംഗ് ട്രോളി ഞാനൊരു ഷോപ്പിംഗ് ട്രോളി എടുക്കട്ടെ. ഐ ഹാവ് മൈ ഷോപ്പിംഗ് ലിസ്റ്റ് റെഡി എൻ്റെ കയ്യിൽ സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റ് തയ്യാറാണ്. ഷോപ്പിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റ്. ഐ ഹാവ് മൈ ഷോപ്പിംഗ് ലിസ്റ്റ് റെഡി എൻ്റെ കയ്യിൽ സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റ് തയ്യാറാണ്.
ഇനി സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പറയുന്ന കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. ഐ എം ലുക്കിംഗ് ഫോർ സം ഫ്രഷ് ഫ്രൂട്ട്സ്. ഞാൻ കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സ് നോക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഫ്രഷ് പഴങ്ങൾ നോക്കുകയാണ്. ആർ ദീസ് വെജിറ്റബിൾസ് ഓർഗാനിക്? ഈ പച്ചക്കറികൾ ഓർഗാനിക് ആണോ? അല്ലെങ്കിൽ ഈ പച്ചക്കറികൾ ജൈവമാണോ? ആർ ദീസ് വെജിറ്റബിൾസ് ഓർഗാനിക്? ഐ നീഡ് ടു ചെക്ക് ദി എക്സ്പയറി ഡേറ്റ്. എനിക്ക് എക്സ്പയറി ഡേറ്റ് പരിശോധിക്കണം. ഐ നീഡ് ടു ചെക്ക്. എനിക്ക് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ പരിശോധിക്കണം. ദി എക്സ്പയറി ഡേറ്റ്. എക്സ്പയറി ഡേറ്റ് കാലാവധി കഴിയുന്ന തീയതി. ഐ നീഡ് ടു ചെക്ക് ദി എക്സ്പയറി ഡേറ്റ്. എനിക്ക് കാലാവധി കഴിയുന്ന തീയതി പരിശോധിക്കണം. ദിസ് ലുക്സ് ലൈക്ക് എ ഗുഡ് ഡീൽ. ഇത് നല്ല ലാഭമാണെന്ന് തോന്നുന്നു. ലുക്സ് ലൈക്ക് എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് പോലെ തോന്നുന്നു, ഇതാണ് അർത്ഥം. എ ഗുഡ് നല്ല ഒരു, ഡീൽ ലാഭം അല്ലെങ്കിൽ ഓഫർ. ദിസ് ലുക്സ് ലൈക്ക് എ ഗുഡ് ഡീൽ. ഇത് നല്ല ലാഭമാണെന്ന് തോന്നുന്നു. ഇനി ബില്ലടയ്ക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. വേർ ഈസ് ദ ബില്ലിംഗ് കൗണ്ടർ? ബില്ലടയ്ക്കുന്ന കൗണ്ടർ എവിടെയാണ്? വേർ ഈസ് ദ ബില്ലിംഗ് കൗണ്ടർ? ഡു യു അക്സെപ്റ്റ് കാർഡ് പേയ്മെൻറ്റ്സ് ഓർ UPI? നിങ്ങൾ കാർഡ് പേയ്മെൻറ്റുകൾ സ്വീകരിക്കുമോ അതോ UPI സ്വീകരിക്കുമോ? അക്സെപ്റ്റ് സ്വീകരിക്കുക. ഡു യു അക്സെപ്റ്റ് നിങ്ങൾ സ്വീകരിക്കുമോ? ഡു യു അക്സെപ്റ്റ് കാർഡ് പേയ്മെൻറ്റ്സ് ഓർ UPI? നിങ്ങൾ കാർഡ് പേയ്മെൻറ്റുകൾ സ്വീകരിക്കുമോ അതോ UPI സ്വീകരിക്കുമോ? ഐ ഡോണ്ട് നീഡ് എ പ്ലാസ്റ്റിക് ബാഗ്. ഐ ഹാവ് മൈ ഓൺ. എനിക്ക് പ്ലാസ്റ്റിക് കവർ വേണ്ട, എൻ്റെ കയ്യിൽ ബാഗുണ്ട്. ഐ ഡോണ്ട് നീഡ് എനിക്ക് വേണ്ട, എ പ്ലാസ്റ്റിക് ബാഗ് ഒരു പ്ലാസ്റ്റിക് കവർ. ഐ ഡോണ്ട് നീഡ് എ പ്ലാസ്റ്റിക് ബാഗ് എനിക്കൊരു പ്ലാസ്റ്റിക് കവർ വേണ്ട. ഐ ഹാവ് മൈ ഓൺ എനിക്ക് സ്വന്തമായി ഒന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ബാഗുണ്ട്. ഐ ഡോണ്ട് നീഡ് എ പ്ലാസ്റ്റിക് ബാഗ് ഐ ഹാവ് മൈ ഓൺ. എനിക്ക് പ്ലാസ്റ്റിക് കവർ വേണ്ട, എൻ്റെ കയ്യിൽ ബാഗുണ്ട്. ഹൗ മച്ച് ഈസ് ദ ടോട്ടൽ എമൗണ്ട്? ആകെ എത്ര രൂപയായി? ഹൗ മച്ച് എത്രയാണ്, ടോട്ടൽ ആകെ, എമൗണ്ട് തുക. ഹൗ മച്ച് ഈസ് ദ ടോട്ടൽ എമൗണ്ട്? ആകെ എത്ര രൂപയായി? ഇനി നമ്മൾ തിരികെ പോണ സമയത്ത് യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ നോക്കാം. ഷോപ്പിംഗ് ഈസ് ഡൺ ഫോർ ദ ഡേ. ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഷോപ്പിംഗ് ഈസ് ഡൺ. ഡൺ കഴിഞ്ഞു. ഷോപ്പിംഗ് ഈസ് ഡൺ. ഷോപ്പിംഗ് കഴിഞ്ഞു. ഫോർ ദ ഡേ ഇന്നത്തേക്കുള്ള. ഷോപ്പിംഗ് ഈസ് ഡൺ ഫോർ ദ ഡേ ഇന്നത്തേക്കുള്ള ഷോപ്പിംഗ് കഴിഞ്ഞു. നൗ ഐ എം ഹെഡിങ് ബാക്ക് ഹോം. ഇനി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. നൗ ഇപ്പോൾ. ഹെഡിങ് ബാക്ക് എന്ന് വെച്ചാൽ തിരികെ പോകുന്നു. നൗ ഐ എം ഹെഡിങ് ബാക്ക് ഹോം. ഇപ്പം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇനി നമ്മൾ അവസാനം പറഞ്ഞ സെൻറ്റൻസ് നോക്കാം. ഐ എം ഫീലിംഗ് വെരി ടയേർഡ് സോ ഐ നീഡ് ടു ഗോ ടു ബെഡ് ഏർലി. എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു, അതുകൊണ്ട് എനിക്ക് നേരത്തെ കിടക്കണം. ഐ എം ഫീലിംഗ് വെരി ടയേർഡ്. ഐ എം ഫീലിംഗ് എനിക്ക് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അനുഭവപ്പെടുന്നു. വെരി ടയേർഡ് വളരെ ക്ഷീണം. ഐ എം ഫീലിംഗ് വെരി ടയേർഡ് എനിക്ക് വളരെ ക്ഷീണം തോന്നുന്നു. സോ അതുകൊണ്ട് ഐ നീഡ് ടു ഗോ ടു ബെഡ് എനിക്ക് കിടക്കാൻ പോകണം അല്ലെങ്കിൽ ഉറങ്ങാൻ പോകണം. ഏർലി നേരത്തെ. ഐ എം ഫീലിംഗ് വെരി ടയേർഡ് സോ ഐ നീഡ് ടു ഗോ ടു ബെഡ് ഏർലി. എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു, അതുകൊണ്ട് എനിക്ക് നേരത്തെ കിടക്കണം. ഇതുപോലെ ഒരു ദിവസം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് പറയാൻ പറ്റുന്ന സെൻറ്റൻസുകൾ നോക്കാം. നൗ ഇറ്റ്സ് ടൈം ടു റിലാക്സ് ഫോർ എ ബിറ്റ്. ഇപ്പോൾ കുറച്ച് നേരം വിശ്രമിക്കാനുള്ള സമയമാണ്. നൗ ഇപ്പോൾ. ഇറ്റ്സ് ടൈം ഇത് സമയമാണ്. ടു റിലാക്സ് റിലാക്സ് ചെയ്യാൻ അല്ലെങ്കിൽ വിശ്രമിക്കാൻ. ഫോർ എ ബിറ്റ് കുറച്ച് നേരം. നൗ ഇറ്റ്സ് ടൈം ടു റിലാക്സ് ഫോർ എ ബിറ്റ്. ഇപ്പോൾ കുറച്ച് നേരം വിശ്രമിക്കാനുള്ള സമയമാണ്. ഐ എം ഗോയിങ് ടു മേക്ക് സം ഹെർബൽ ടീ. ഞാൻ കുറച്ച് ഹെർബൽ ടീ ഉണ്ടാക്കാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു മേക്ക്. മേക്ക് ഉണ്ടാക്കുക. ഗോ പോവുക. ഐ എം ഗോയിങ് ടു മേക്ക് ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. സം ഹെർബൽ ടീ കുറച്ച് ഹെർബൽ ടീ. ഐ ലൈക്ക് ടു റീഡ് എ ബുക്ക് ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ്. ഉറങ്ങുന്നതിന് മുൻപ് ഒരു പുസ്തകം വായിക്കാൻ എനിക്കിഷ്ടമാണ്. ഐ ലൈക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നു. ടു റീഡ് റീഡ് വായിക്കുക. ടു റീഡ് വായിക്കാൻ. എ ബുക്ക് ഒരു പുസ്തകം. ബിഫോർ മുമ്പ്. ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ്. ഐ ലൈക്ക് ടു റീഡ് എ ബുക്ക് ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ് ഉറങ്ങുന്നതിന് മുൻപ് ഒരു പുസ്തകം വായിക്കാൻ എനിക്കിഷ്ടമാണ്. ഐ എം ഫിനിഷിംഗ് മൈ സ്കിൻ കെയർ റുട്ടീൻ. ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ പൂർത്തിയാക്കുകയാണ്. ഫിനിഷ് പൂർത്തിയാക്കുക. ഐ എം ഫിനിഷിംഗ് ഞാൻ പൂർത്തിയാക്കുകയാണ്. മൈ സ്കിൻ കെയർ റുട്ടീൻ. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ചർമ്മ സംരക്ഷണം. റുട്ടീൻ ചിട്ട, പതിവ്,
ദിനചര്യ ഇതൊക്കെയാണ് അർത്ഥം. ഐ എം ഫിനിഷിംഗ് മൈ സ്കിൻ കെയർ റുട്ടീൻ. ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ പൂർത്തിയാക്കുകയാണ്. ഐ നീഡ് ടു സെറ്റ് ദി അലാം ഫോർ ടുമോറോ മോർണിംഗ്. എനിക്ക് നാളെ രാവിലത്തേക്കുള്ള അലാറം വെക്കണം. ഐ നീഡ് ടു സെറ്റ് ദി അലാം. ഐ നീഡ് ടു സെറ്റ് എനിക്ക് സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ വയ്ക്കണം. ദി അലാം ഫോർ ടുമോറോ മോർണിംഗ് നാളെ രാവിലത്തേക്ക് വേണ്ടി. ഐ നീഡ് ടു സെറ്റ് ദി അലാം ഫോർ ടുമോറോ മോർണിംഗ്. ഐ നീഡ് ടു സെറ്റ് ദി അലാം ഫോർ ടുമോറോ മോർണിംഗ് എനിക്ക് നാളെ രാവിലത്തേക്കുള്ള അലാറം വെക്കണം. ഐ ഹോപ്പ് യു എൻജോയ്ഡ് വാച്ചിങ് മൈ റുട്ടീൻ. എൻ്റെ ദിനചര്യകൾ കാണുന്നത് നിങ്ങൾ ആസ്വദിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഐ ഹോപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നു. യു എൻജോയ് ആസ്വദിക്കുക. യു എൻജോയ്ഡ് നിങ്ങൾ ആസ്വദിച്ചു. വാച്ചിങ് കാണുന്നത്. മൈ റുട്ടീൻ നമ്മൾ നേരത്തെ പറഞ്ഞു ദിനചര്യ. മൈ റുട്ടീൻ എൻ്റെ ദിനചര്യ. ഐ ഹോപ്പ് യു എൻജോയ്ഡ് വാച്ചിങ് മൈ റുട്ടീൻ. എൻ്റെ ദിനചര്യകൾ കാണുന്നത് നിങ്ങൾ ആസ്വദിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗുഡ് നൈറ്റ് എവ്രി വൺ. സി യു ടുമോറോ. എല്ലാവർക്കും ശുഭരാത്രി. നാളെ കാണാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബായ്.